കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ പാർട്ടിൽ ബാലചന്ദ്രമേനോന്റെ മരണവും അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അതിന്റെ തുടർച്ചയെന്നോണമാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. രേവതിക്കുട്ടി ഡിഗ്രി എടുത്തതിനു ശേഷം വീട്ടിൽ വെറുതെ നിൽക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് വൈജയന്തിയെ സഹായിക്കാൻ സ്നേഹനികേതനത്തിൽ പോകും. അലീന കടപ്പാട്ടൂരിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അക്കൂട്ടത്തിൽ പോയി അവിടെയും ഒരു സന്ദർശനം നടത്തും. കൃഷ്ണമോള് ഉപരിപഠനാർത്ഥം തിരുവനന്തപുരത്തേക്ക് പോകുന്നതോടെ കടപ്പാട്ടൂരിൽ വീട്ടിൽ ബബിതയും രോഹിത്തും മാത്രമാകും എന്ന സ്ഥിതിയാണ് വരാൻ പോകുന്നത്. ഒരു ദിവസം രേവതിക്കുട്ടി സ്നേഹനികേതനത്തിൽ വെച്ച് തിരിച്ചു പോയപ്പോൾ അലീനയും കൂടെ പോയി. എറണാകുളത്ത് പോയി. അവൾ മാമച്ചനോടും ഗ്രേസമ്മയോടുമായിട്ട് ചോദിച്ചു, രേവതിക്കുട്ടിയെ ഇനി ഇങ്ങ് തിരിച്ചു തന്നേക്കുവോ? നീയല്ലേ കൊണ്ടുവന്ന് തന്നത്, നീ തന്നെ തിരിച്ചു കൊണ്ടുപോയിക്കോ. ഗ്രേസമ്മ പറഞ്ഞു, അങ്ങനെയല്ല ആൻറ്റി, അനുഗ്രഹിച്ച് അയക്കണം. സ്വന്തം മകളെ അയക്കണ പോലെ കല്യാണം കഴിപ്പിച്ച് പെട്ടിയും പ്രമാണവുമൊക്കെ കൊടുത്ത്. അങ്ങനെ അലീന പുഞ്ചിരി തൂകി. മനസ്സിലായി, പക്ഷെ അതിന് നീ വന്ന് ചോദിച്ചാൽ പോരാ. കെട്ടാൻ പോണ ചെക്കൻ്റെ അമ്മയുണ്ടല്ലോ, ബന്ധുക്കളുണ്ടല്ലോ. വേണ്ടതൊക്കെ കൊടുത്ത് അനുഗ്രഹിച്ച് അയക്കണമെങ്കിൽ ആ മുറയ്ക്ക് തന്നെ എല്ലാ കാര്യവും നടക്കണം. മാമച്ചൻ ഗൗരവം വിടാതെ പറഞ്ഞു. രേവതിക്കുട്ടിയും രോഹിത്തും തമ്മിലുള്ള അടുപ്പം മാമച്ചനും ഗ്രേസമ്മയ്ക്കും അറിയാവുന്നതും അവർ അത് മനസ്സുകൊണ്ട് അംഗീകരിച്ചതുമാണ്. പക്ഷെ ഒരു അനാഥ പെണ്ണിനെ പോലെ അവളെ അയക്കാൻ അവർ തയ്യാറല്ല. ഉത്തരവാദിത്തമുള്ളവർ വേണ്ടതുപോലെ വന്ന് ആലോചിക്കണം. അലീന തിരിച്ചുപോയി. അടുത്ത ദിവസം തന്നെ വൈജയന്തി കൊല്ലപ്പള്ളിയിൽ ചെന്ന് ശിവശങ്കര മേനോനെ കണ്ട് രോഹിത്തും രേവതിക്കുട്ടിയും തമ്മിലുള്ള കല്യാണത്തെപ്പറ്റി സംസാരിച്ചു. ശിവശങ്കര മേനോൻ കേട്ടപാടെ എതിർത്തു. നിന്റെ തല തിരിഞ്ഞു പോയോ ജയന്തി? അലീന നിന്റെ മോളാണെന്ന് വെച്ച് നമ്മളെല്ലാം അംഗീകരിച്ചു. അതുപോലെയാണോ അവൾ? അച്ഛനും അമ്മയും ആരെന്ന് പോലും അറിയാത്ത ഒരു അനാഥ പെണ്ണ്. ശിവശങ്കര മേനോന്റെ വാദമുഖങ്ങളും ഉപദേശങ്ങളും വൈജയന്തിയെ തെല്ലും ചഞ്ചല ചിത്തയാക്കിയില്ല. താൻ കൊല്ലപ്പള്ളിയിൽ വന്നത് എന്ത് ഉദ്ദേശത്തോടെയാണോ അതിൽ തന്നെ അവൾ ഉറച്ചു നിന്നു. രേവതിക്കുട്ടി അനാഥയായിരുന്നു എന്നുള്ളത് സത്യമാ ശിവേട്ട. പക്ഷെ ഇപ്പോൾ അവൾ അങ്ങനെയല്ലല്ലോ. ഒരു ക്രിസ്ത്യൻ കുടുംബം അവളെ ദത്തെടുത്തിരിക്കുകയാണ്. അവർക്ക് വേണമെങ്കിൽ അവളെ മതം മാറ്റാം. ഒരു ക്രിസ്ത്യാനി ചെറുപ്പക്കാരനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാം. മതത്തിനും വിശ്വാസത്തിനും അപ്പുറത്ത് ചില മൂല്യങ്ങളുണ്ടെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് അവരങ്ങനെ ചെയ്യാത്തത്. അവർക്കിനി അവളെ വേണ്ട, അതാണ് കാര്യം. സ്വന്തം മകന്റെ രക്തത്തിൽ ജനിച്ച ഒരു കുഞ്ഞിനെ അവർ വളർത്തുന്നുണ്ടല്ലോ, അവർക്കിനി അതിനെ മതി. കഷ്ടം തന്നെ. ശിവേട്ടന് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുന്നുണ്ടല്ലോ. ഉടനെ കമല വന്ന് ഇടയ്ക്ക് കയറി. അവൾ എങ്ങനെ ഉണ്ടായതാണെന്ന് ആർക്കറിയാം? വല്ല തേവിടിശ്ശിയും പറ്റി കുപ്പത്തൊട്ടിയിൽ എറിഞ്ഞു പോയതാണോ? നമ്മളിലും താഴെയുള്ള ജാതിയിൽപ്പെട്ടവരാണോ? അതിന്റെ തന്തയും തള്ളയും എന്നൊന്നും അറിയില്ലല്ലോ. നിന്റെ മോളുടെ കാര്യം പോലെയാണോ ഇത്? അവൾക്കൊരു നാണം കെട്ട കഥയെങ്കിലും പറയാനുണ്ട്. മനുഷ്യനോട് പറയാനും കേൾക്കാനും കൊള്ളാത്തതാണെങ്കിൽ പോലും നാണം കെട്ട കഥ എന്താ കമലെടുത്തി? പിന്നെ കുടുംബത്തിൽ പിറന്ന പെൺകുട്ടികൾ അവനവന്റെ ജോലി നോക്കി മാനമര്യാദയ്ക്ക് ജീവിക്കും. ഏത് നാട്ടിൽ ചെന്നാലും നീ അതാണോ ചെയ്തത്? അവനവന്റെ അന്തസ്സും അഭിമാനവും മറന്ന് അന്യമതത്തിൽപ്പെട്ട ഒരു പട്ടാളക്കാരന്റെ കൂടെ കുറെ നാൾ അഴിഞ്ഞാടി ജീവിച്ചു. ആ വകയിൽ ഒരു കൊച്ചിനെയും പെറ്റുതള്ളി. ഇപ്പം അതൊക്കെ മഹാസംഭവങ്ങളായിട്ട് കാണുന്ന വിവരദോഷികളൊക്കെ ഉണ്ടായിരിക്കും. ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ശിവശങ്കര മേനോനെ ഒന്ന് പാളി നോക്കിയിട്ട് കമല തുടർന്നു. ഈ രേവതിക്കുട്ടി എന്ന് പറയുന്നവൾക്ക് അങ്ങനെ പോലും ഒരു ചരിത്രമില്ലല്ലോ. ഉണ്ടോ? കമലത്തിയോട് എനിക്കൊന്നും പറയാനില്ല. ഉത്തരം മുട്ടുമ്പം എല്ലാവരും ഇങ്ങനെയാ, ഒന്നും പറയാനുണ്ടാവില്ല. പക്ഷെ നിന്നോട് എനിക്ക് ഇത്തിരി പറയാനുണ്ട്. ആ പെണ്ണ് ആർക്ക് എങ്ങനെ ജനിച്ചതാണെന്നൊന്നും നമുക്കറിയത്തില്ല. അതൊക്കെ പോട്ടെ, നമ്മുടെ രോഹിത്തിന് ഇങ്ങനെ ഒരു ധർമ്മ കല്യാണം കഴിക്കേണ്ട വല്ല ആവശ്യവുമുണ്ടോ? അവനെപ്പോലെ പഠിപ്പും വിവരവും സ്വത്തും ആരോഗ്യവുമുള്ള ചെറുപ്പക്കാരനെ നല്ല ഒന്നാം തരം കൊടി കൊട്ടിയ കുടുംബങ്ങളിൽ നിന്ന് കോടീശ്വരന്മാരുടെ പെൺകുട്ടികളെ കിട്ടുമല്ലോ. ഡോക്ടറോ എഞ്ചിനീയറോ ലെക്ചറോ IAS കാരിയോ ആര് വേണമെങ്കിലും അവന് രേവതിക്കുട്ടിയെ മതി. അവളെയാണ് ഇഷ്ടം. അവൾക്കും അവനെ ഇഷ്ടമാണ്. എൻ്റെ മോനെ എല്ലാവരും കല്ലെറിഞ്ഞിരുന്ന സമയത്ത് അവനെ സ്നേഹിക്കാനും ധൈര്യം കൊടുക്കാനും എൻ്റെ മോളും ആ കുട്ടിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നീ ആ കല്യാണം നടത്താനാണ് ഉദ്ദേശമെങ്കിൽ ഞങ്ങളുടെയൊന്നും യാതൊരു സഹകരണവും ഉണ്ടാവില്ല, ശിവശങ്കര മേനോൻ പറഞ്ഞു. ശിവേട്ട, അവർ സ്വന്തം മകളെപ്പോലെയാ അവളെ രോഹിത്തിന് കൊടുക്കുന്നത്. അതൊക്കെ ചുമ്മാ പറയാൻ കൊള്ളാം ജയന്തി. അവർ വാസ്തവത്തിൽ ചെയ്യേണ്ടിയിരുന്നത് അവളെ അവരുടെ കൂട്ടത്തിലോട്ട് ചേർന്ന് ആ മാമച്ചൻ്റെ ചേട്ടന്മാരുടെയോ പെങ്ങന്മാരുടെയോ മക്കളെ ആരെങ്കിലും കല്യാണം കഴിപ്പിച്ചു കൊടുക്കുകയായിരുന്നു. ഇനി എനിക്ക് ശിവേട്ടനോടും ഒന്നും പറയാനില്ല. എൻ്റെ ജയന്തി, നീ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ അനാഥാലയത്തിലെ പൊറുതി മതിയാക്കി അവനവൻ്റെ വീട്ടിൽ വന്ന് താമസിക്കുക, കമല പറഞ്ഞു. അവനവൻ്റെ മക്കളെ വേണ്ടവണ്ണം നോക്കാൻ ആളില്ലാതെ വല്ലയിടത്തും ഇട്ടെറിഞ്ഞിട്ട് അനാഥാലയത്തിലെ അഴുക്കപ്പിള്ളാർക്കും ആർക്കും വേണ്ടാത്ത കിളവനും കിളവിക്കും കഞ്ഞി കോരി കൊടുക്കുകയും അവരെ കുളിപ്പിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യേണ്ട വല്ല കാര്യവുമുണ്ടോ നിനക്ക്? നിന്റെ മോൾ കാണിച്ചു കൂട്ടുന്ന ഭ്രാന്തിനെല്ലാം നീ കൂട്ടു നിൽക്കുകയാണോ? ജനിച്ച അന്നു മുതൽ അനാഥാലയത്തിൽ ജീവിച്ചവൾക്ക് അവിടെ സ്വർഗമായിരിക്കും. അനാഥരെ കാണുമ്പോൾ അവൾക്ക് സ്വന്തക്കാരെ കാണുന്ന പോലെയായിരിക്കും. നിനക്കോ? അത് മാത്രമല്ല, അവളുടെ തോന്നിയാസത്തിന് ഒപ്പിച്ചു തുള്ളാൻ അവളുടെ തന്തയുണ്ട്. ബാലചന്ദ്രന്റെ ആയുസ് കെടുത്തിയത് നീയാണെന്നാ മനുഷ്യരെല്ലാവരും പറയുന്നത്. അവനവന്റെ ഭർത്താവിനെ മക്കളെയും നോക്കി വീട്ടിൽ അടങ്ങി ഒതുങ്ങി നിന്നിരുന്നെങ്കിൽ ബാലചന്ദ്രൻ ഇപ്പോഴും ജീവിച്ചിരുന്നേനെ.
ജീവിച്ചിരുന്ന കാലത്ത് ആ മനുഷ്യന് നീ ഒരു സമാധാനം കൊടുത്തിട്ടില്ലെന്ന് എല്ലാവർക്കും അറിയാം. മരിച്ച ശേഷം അതിൻ്റെ ആത്മാവിനോടും നീതികേടല്ലേ നീ കാണിക്കുന്നേ? നിന്റെ പഴയ ബന്ധം പുതുക്കാൻ വേണ്ടി ആ മകളുടെ പേരും പറഞ്ഞ് നീ അവിടെ പോയി കിടക്കുന്നതെന്ന ഓരോരുത്തർ പറഞ്ഞുകൊണ്ട് നടക്കണേ. മതി, ഇനി നീ സംസാരിക്കണ്ട. ശിവശങ്കര മേനോൻ കർശനമായിട്ട് കമലയെ താക്കീത് ചെയ്തു. ഞാനൊന്നും പറഞ്ഞില്ലേ? അല്ലെങ്കിലും പങ്ങടെ കുറ്റം പറഞ്ഞാൽ ആങ്ങളമാർക്ക് പിടിക്കത്തില്ലല്ലോ. പണ്ടും ഇപ്പോഴും അങ്ങനെ തന്നെയാ. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നീ മുൻപ് ഇവിടെ വന്ന് നിന്റെ മകളെ എൻ്റെ മോനെ കല്യാണം ആലോചിച്ചെന്ന് ഞാൻ അറിഞ്ഞു. നിനക്ക് നാണമുണ്ടായിരുന്നോ ജയന്തി? എൻ്റെ മോനെ ഭർത്താവായിട്ട് കിട്ടാൻ എന്ത് യോഗ്യതയാ അവൾക്കുള്ളത്? കമലെ നിർത്ത്. ശിവശങ്കര മേനോൻ ഒച്ചയൊടുത്തു. നിർത്തി. കമല പിൻവലിഞ്ഞു. വൈജയന്തി ഇനി ഒരക്ഷരം ഉരിയാടാതെ പിന്തിരിഞ്ഞു കൊല്ലപ്പള്ളി തറവാട്ടിൽ നിന്നും ഇറങ്ങി. വൈജയന്തി രോഹിത്തിനെയും കൂട്ടിയാണ് എറണാകുളത്ത് മാമച്ചൻ്റെ വീട്ടിൽ ചെന്നത്. മാമച്ചനും ഗ്രേസമ്മയോടുമായിട്ട് അവൾ പറഞ്ഞു. സ്വന്തക്കാരുടെയും ബന്ധുജനങ്ങളുടെയും അനുഗ്രഹത്തോടെയും അനുവാദത്തോടെയും നല്ല മോടിയായിട്ട് കല്യാണം നടക്കണമെന്നായിരുന്നു ആഗ്രഹം. അത് നടപ്പില്ലെന്ന് മനസ്സിലായി. ബാലേട്ടൻ്റെ സ്വന്തക്കാർക്ക് പോലും ഇതത്ര പിടിച്ചിട്ടില്ല. പക്ഷെ എനിക്കും എൻ്റെ മക്കൾക്കും ഇക്കാര്യത്തിൽ ഒരേ മനസ്സാ. ഇനി നിങ്ങളാണ് പറയേണ്ടത്. പറയാൻ എന്തിരിക്കുന്നു? കുട്ടികൾ അവരുടേതായിട്ടുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു. അവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, അത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ 100 ഇരട്ടി ശക്തമാണ്. പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് എവിടെ നിന്നാണ് കോൾ വരുന്നതെന്നറിയാമോ? കുളത്തൂപ്പുഴ, പത്തനാപുരം, പുനലൂർ, തിരുവനന്തപുരം, പാല. നമുക്കിനി നിശ്ചയത്തിനും കല്യാണത്തിനും ഓരോ തീയതി കുറിപ്പിക്കുക. അതല്ലേ ചെയ്യാനുള്ളൂ, മാമച്ചൻ പറഞ്ഞു. വൈജയന്തി മന്ദസ്മിതത്തോടെ തലയാട്ടി. റിങ് ചെയ്യുന്നത് നിലയ്ക്കും മുമ്പേ ഗംഗാധര മേനോൻ വേഗം വന്ന് ഫോൺ എടുത്തു. ഹലോ ഗംഗേട്ടാ, ജയന്തിയാ? അവിടെ എന്തുണ്ട് വിശേഷം? ഒരു വിശേഷം പറയാനുണ്ട്. രോഹിത്തിൻ്റെ കല്യാണം ഉറപ്പിച്ചു. നിശ്ചയത്തിന് ക്ഷണിക്കാനും കൂടിയാണ് ഞാൻ വിളിച്ചത്. ഓ, അത് തന്നെ നടത്താൻ തീരുമാനിച്ചോ? അവരാഗ്രഹിച്ചതല്ലേ ഗംഗേട്ടാ? നടക്കട്ടെ. സുഖമായാലും ദുഃഖമായാലും മറ്റാരെയും കുറ്റപ്പെടുത്തേണ്ടി വരില്ലല്ലോ. ഞാൻ അനുഭവിച്ച വേദനയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഗംഗേട്ടനും ചേച്ചിയും നിശ്ചയത്തിന് വരണം. അതിന് രോഹിത് അവിടെ വന്ന് ക്ഷണിക്കും. മാലതി വാതിൽക്കൽ വന്ന് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഗംഗാധര മേനോൻ സംസാരിച്ച് തീർന്ന് ഫോൺ വയ്ക്കുന്നത് വരെ അവർ കാത്തുനിന്നു. വൈജയന്തിയായിരുന്നു. ഗംഗാധര മേനോൻ തല തിരിച്ച് പിന്നോട്ട് നോക്കി പറഞ്ഞു. എനിക്ക് മനസ്സിലായി. അവരത് തന്നെ നടത്താൻ തീരുമാനിച്ചു അല്ലേ? ഗംഗാധര മേനോന്റെ മൂളലിൽ അല്പം നീരസമുണ്ടായിരുന്നു. നമുക്ക് പറയാനുള്ളതെല്ലാം മുൻപേ തന്നെ പറഞ്ഞു കഴിഞ്ഞതല്ലേ. അവർ വേറൊരു തീരുമാനമെടുത്തു, അത്രയല്ലേ ഉള്ളൂ. മാലതി പറഞ്ഞു. നമ്മളത് അംഗീകരിച്ചു കൊടുക്കണം എന്നില്ലല്ലോ. എൻ്റെ ഗംഗേട്ടാ, നമ്മളൊക്കെ ഇനി എത്ര കാലമുണ്ട്? ആണ്ടിലൊരിക്കലോ മറ്റോ ആണ് ഒരു കൂടിക്കാഴ്ച തന്നെ നടക്കുന്നത്. കല്യാണം, മരണം, ഇതൊക്കെയാണ് കൂടിക്കാഴ്ചക്കുള്ള അരങ്ങ്. ഇതിനിടയ്ക്ക് ഓരോതരം വിശ്വാസവും കടുംപിടുത്തവും ചുമന്നുകൊണ്ട് നടന്ന് അവരവരുടെ മനസ്സിനെ മറ്റുള്ളവരെ ഭാരപ്പെടുത്തുന്നത് എന്തിനാ? 10,000-കണക്കിന് മനുഷ്യർ ഓരോ ദിവസം ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്ന ഈ ലോകത്ത് സ്നേഹിച്ചു പോയ 2 പേർ തമ്മിൽ കല്യാണം കഴിച്ചാൽ എന്ത് അത്യാഹിതം വരാനാ? മനുഷ്യൻ്റെ മനസ്സ് ചെറുതാകുമ്പോഴാണ് അവൻ്റെ ഇഷ്ടത്തിനും അനിഷ്ടത്തിനും വലിപ്പം കൂടുന്നത്. ഗംഗാധര മേനോൻ പിന്നെയും മൂളി. നമ്മൾ അവിടെ ചെന്ന് കല്യാണത്തിൽ പങ്കെടുത്ത് ആ കുട്ടികളെയും അനുഗ്രഹിച്ചു പോന്നാൽ അവർക്കെന്തൊരു സന്തോഷമാകും. നമുക്ക് വല്ലതും നഷ്ടപ്പെടാനുണ്ടോ? സന്തോഷമല്ലേ തോന്നൂ. ഇവനെ ഒട്ടും ഇഷ്ടമല്ല. കമലയാണെങ്കിൽ കാഞ്ഞിര പോലെ കഴിച്ച മട്ടിലും അവർ മാറി നിൽക്കുമ്പോൾ നമ്മൾ മാത്രം ചെന്ന് പങ്കെടുക്കുന്നത് ശരിയാണോ? ശിവനോട് കാര്യം പറഞ്ഞാൽ മനസ്സിലാകും. കമലയുടെ സ്വഭാവം ആർക്കും മാറ്റാൻ പറ്റില്ല. അത് പട്ടിയുടെ വാല് പോലെയാ. ഗംഗേട്ടൻ ശിവനെ വിളിച്ച് സംസാരിക്കേ. ഇത്രയുമായ സ്ഥിതിക്ക് ഇനി പുറം തിരിഞ്ഞു നിൽക്കുന്നത് മടയത്തരമാണെന്ന് പറ. കല്യാണം ഒറ്റ ദിവസം കൊണ്ട് തീരുന്ന ചടങ്ങ്. അതിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുമ്പോൾ ഓർക്കണം, പിന്നീട് എത്രയോ പ്രാവശ്യം നമ്മൾ അവരെ ഫേസ് ചെയ്യേണ്ടി വരുമെന്ന്. ഒരു തവണത്തെ ദുരഭിമാനത്തിന് എത്ര തവണ അവരുടെ മുമ്പിൽ ലജ്ജിക്കേണ്ടി വരും? ഗംഗാധര മേനോൻ അനുകൂലാർത്ഥത്തിൽ മൂളിക്കൊണ്ട് തലയാട്ടി. അല്പസമയം ആലോചിച്ചു നിന്നിട്ട് അനുജന് ഫോൺ ചെയ്യാൻ വേണ്ടി ഫോൺ എടുത്തു. ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം. സ്വന്തം മകളുടേതെന്ന പോലെ ആഘോഷമായിട്ടാണ് മാമച്ചനും ഗ്രേസമ്മയും അത് നടത്തിയത്. നീലഗിരിയിൽ നിന്ന് ഗംഗാധര മേനോനും മാലതിയും എത്തിച്ചേർന്നു. കൊല്ലപ്പള്ളിയിൽ നിന്ന് കമല ഒഴികെ മറ്റെല്ലാവരും ആ വിവാഹത്തിൽ പങ്കുകൊണ്ടു. കുളത്തുപുഴയിൽ നിന്ന് സ്റ്റാൻലിയും ടാനിയയും, പത്തനാപുരത്ത് നിന്ന് സാന്ദ്രയും ജോസൂട്ടിയും വന്നിട്ടുണ്ടായിരുന്നു. പാലായിൽ നിന്ന് ബാലചന്ദ്ര മേനോന്റെ ബന്ധുജനങ്ങൾ. അതിർമണ്ഡപത്തിൽ സർവാഭരണ വിഭൂഷിതയായിട്ട് ഇരിക്കെ താൻ ഏതോ സ്വപ്ന ലോകത്താണെന്ന് രേവതിക്കുട്ടിക്ക് തോന്നി. ഇങ്ങനെയൊരു വിവാഹമോ ആഘോഷമോ ഒന്നും അവൾ സങ്കല്പിച്ചിട്ട് കൂടിയില്ല. സ്നേഹനികേതനത്തിൽ താമസിച്ചിരുന്ന കുട്ടിക്കാലത്ത് ഒരേ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, വയറു വിശക്കാതെ എന്നും എന്തെങ്കിലും കഴിക്കാൻ കിട്ടണേ എന്ന്. പിന്നെ കൊതിച്ചിട്ടുള്ളത് ഭംഗിയുള്ള ഉടുപ്പിന് വേണ്ടിയാണ്. പിന്നെ ചേച്ചിയോ പ്രിജിത്താമമ്മിയോ വീട് തോറും കയറി ഇറങ്ങി നടന്ന് ഇരന്ന് കിട്ടിയ വസ്ത്രങ്ങൾ സ്നേഹനികേതനത്തിൽ കൊണ്ടുവരുമ്പോൾ അത്യധികമായ ആകാംക്ഷയോടെ അവയിൽ കൈയിട്ട് വാരി ഓരോന്നും എടുത്ത് ദേഹത്തോട്ട് ചേർത്ത് വെച്ച് ഏറ്റവും ഭംഗിയുള്ളത് ഏതാണെന്ന് നോക്കുമായിരുന്നു. ഇപ്പോൾ താൻ വില പിടിച്ച കല്യാണ സാരിയാണ് ഉടുത്തിരിക്കുന്നത്. കയ്യിലും കാതിലും കഴുത്തിലുമെല്ലാം സ്വർണ്ണാഭരണങ്ങളുണ്ട്. അതിനേക്കാളും വിലയേറിയ ഇത്തിരി പൊന്ന് പുടവയ്ക്കുമീതെ ഇരിക്കുന്നു.
തന്റെ ചുറ്റും നിൽക്കുന്നവരെല്ലാം സിനിമാ താരങ്ങളാണെന്ന് രേവതിക്കുട്ടിക്ക് തോന്നി. അലീന ചേച്ചിക്കും ബബിതയ്ക്കും, ടാനിയയ്ക്കും, സ്റ്റാൻലി പപ്പയ്ക്കും, ടെൽസയ്ക്കും, മാമച്ചനങ്കിളിനും, ഗ്രേസമ്മി ആന്റിക്കും, അമ്മയ്ക്കും, മനുശങ്കറിനും, കൃഷ്ണമോൾക്കും, ശിവശങ്കരൻ അങ്കിളും, അങ്ങനെ സകലർക്കും ഇന്നുവരെ കണ്ടിട്ടില്ലാത്തൊരു താരശോഭ. അലീന നോക്കിയപ്പോൾ അവൾക്ക് ചിരിയും കരച്ചിലും വന്നു. അലീന അവളുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ നോക്കി നിന്നു. താൻ അനുജത്തിക്കുട്ടിയെപ്പോലെ കൊണ്ടു നടന്ന പെൺകിടാവ് അവൾ മംഗല്യവതിയാകുന്നു. വേറെ ആരുമല്ല അവളുടെ ജീവിതം കയ്യേൽക്കുന്നത്, തൻ്റെ സഹോദരൻ. അതുവഴി ശക്തമായിട്ടുള്ള ഒരു ബന്ധം കൂടി വിളക്കി ചേർക്കുകയാണ്. മുഹൂർത്തമായി. മേളങ്ങൾക്കും ആരവങ്ങൾക്കുമിടയിൽ രോഹിത് താലി എടുത്ത് കഴുത്തിൽ അണിയിക്കവേ രേവതിക്കുട്ടി ഓർത്തു, ഈ നിമിഷം മുതൽ താൻ അനാഥയല്ലാതാവുകയാണ്. പേരിട്ട് വിളിക്കാനാവുന്ന ഒരു ബന്ധം ജീവിതത്തിൽ ആദ്യമായിട്ട് വന്നു ചേരുകയാണ്. രേവതിക്കുട്ടിയുടെ കണ്ണുകളിൽ നിന്ന് രോഹിത്തിന്റെ കൈത്തണ്ടയിലേക്ക് ചുടു കണ്ണുനീർത്തുള്ളികൾ അടർന്നു വീണുകൊണ്ടിരുന്നു. മനുശങ്കർ രേവതിക്കുട്ടിയുടെ മുഖത്ത് നിന്ന് വിസ്മയത്തോടെ നോട്ടമുയർത്തി അലീനയെ നോക്കി. അവളുടെ കണ്ണുകളിലും നീർത്തുള്ളി തിളക്കം അവൻ കണ്ടു. എനിക്ക് മക്കളുടെ എണ്ണം മാത്രമേ കൂടിയിട്ടുള്ളൂ, ഭാര്യയുടെ എണ്ണം കൂടിയിട്ടില്ല. സ്റ്റാൻലി അസ്വസ്ഥനായിരുന്നുവെങ്കിലും ശാന്തത ഭാവിച്ചുകൊണ്ട് എൽസമ്മയോടായിട്ട് പറഞ്ഞു. എൽസമ്മ വാതിലിനരികെ ചുമരിൽ നഖം കോറി നിന്നു. അവരുടെ അർത്ഥഗർഭമായിട്ടുള്ള മൗനം സ്റ്റാൻലിക്ക് അസഹ്യമായി. എന്തെങ്കിലും പറയാനുണ്ടോ? അയാൾ ചോദിച്ചു. മക്കളുടെ എണ്ണം ഒന്നു കൂടിയത് ഞാൻ സഹിച്ചു, പിന്നെ എണ്ണം കൂടിക്കൂടി വരുന്നത് സഹിക്കാൻ വയ്യ, എൽസമ്മ പറഞ്ഞു. സ്റ്റാൻലി പ്രതിഷേധ സൂചകമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തലയാട്ടി. അച്ഛനില്ലാത്ത കുട്ടിയായതുകൊണ്ട് ഞാൻ വല്ല ഹെൽപ്പും ചെയ്യുന്നുണ്ടായിരിക്കും. ഞാൻ എന്താ ചെയ്തത്? ബബിതയുടെ PG അഡ്മിഷന് വേണ്ടി കോയമ്പത്തൂരും ബാംഗ്ലൂരും പോയി. ആരുടെയും കൂടെയല്ല, ഞാൻ തനിച്ച്. പിന്നെ കൃഷ്ണജയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്തും അഡ്മിഷൻ ശരിയാക്കി. അതിനെല്ലാം അവരുടെ ആൾക്കാരുണ്ടല്ലോ, അമ്മാവന്മാരും അവരുടെ മക്കളും. പിന്നെ നമുക്കെന്താ കാര്യം? എനിക്ക് യാതൊരു കാര്യസാധ്യത്തിനും വേണ്ടിയല്ല. ആ ചെക്കൻ്റെ കല്യാണത്തിന് ടാനിയെയും ടെൽസയെയും കൊണ്ടുപോയി. അത്രയ്ക്കൊരു അടുപ്പം എന്തിനാ? അതെങ്ങനെ ഉണ്ടായി? ഈ അഞ്ചലിലെ വീട്ടിൽ പുഴു വരിച്ചു കിടന്നപ്പോൾ നിന്റെ മലമൂത്രങ്ങൾ എടുക്കാനും വ്രണങ്ങൾ കഴുകിക്കെട്ടാനും ദേഹം തുടച്ചു വൃത്തിയാക്കാനും വല്ലതും കോരിത്തന്ന് കഴിപ്പിക്കാനും കൂട്ടുനിന്നത് ആ ചെക്കൻ്റെ പെങ്ങളാ. നീ വിചാരിക്കുന്നതിനേക്കാൾ കട്ടി കൂടിയ ഒരു ബന്ധം കുട്ടികൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. കുട്ടികൾ തമ്മിലായിക്കോട്ടെ, അത് മുതിർന്നവരിലേക്ക് പകർത്തണ്ടെന്നാ എനിക്ക് പറയാനുള്ളത്. ആര് പകർത്തുന്നു? പാലക്കാരുമായിട്ട് അലീന ബന്ധപ്പെടുന്നത് പോലും എതിർത്തിട്ടുള്ളവനാണ് ഞാൻ. പിന്നെ എന്തുകൊണ്ട് ഇപ്പോൾ ഈ മാറ്റം വന്നു? എനിക്കൊരു മാറ്റം വന്നിട്ടില്ല. മാറ്റം വന്നത് നിനക്കാണ്. എന്തിനാ അടിക്കടി കയക്കൂട്ടത്ത് പോകുന്നത്? ആരെ കാണാനാ? എൻ്റെ മക്കളെ കാണാൻ. 2 പേർ കയക്കൂട്ടത്തും ഒരാൾ തിരുവനന്തപുരത്തുമുണ്ട്. അവർ അഞ്ചലിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇപ്പോഴത്തെ ഈ അഞ്ചലോട്ടമൊന്നും ഇല്ലായിരുന്നല്ലോ. ഇപ്പം എവിടെ നിന്ന് വന്നു ഈ സ്നേഹം? എൻ്റെ മകൾ എന്നെ പഠിപ്പിച്ച സ്നേഹമാ അത്. കൂടാതെ അവരെനിക്ക് തരാതെ നീ തടഞ്ഞു വെച്ച സ്നേഹവും ഇപ്പോഴാണ് എനിക്ക് കിട്ടുന്നത്. നീ പറയും പോലെ കൂടെ ഞാൻ കയക്കൂട്ടത്ത് പോകാറുമില്ല. ബാലചന്ദ്രമേനോന്റെ കുട്ടികൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അലീന ആവശ്യപ്പെട്ടിട്ട് കൂടിയാണ്. ആ കുട്ടികളുടെ അമ്മയുമായിട്ട് പണ്ടുണ്ടായിരുന്ന ബന്ധമോർത്തിട്ടോ ഇപ്പോഴും അവളെ കാണുന്നത് കൊണ്ട് ഇത്തിരിയെങ്കിലും സന്തോഷമല്ലാതെ കയ്പൊന്നും മനസ്സിൽ തോന്നാനിടയില്ലല്ലോ. എനിക്ക് 58 കഴിഞ്ഞു എൽസമ്മേ. ഇതിൽ കൂടുതൽ നിന്നോടെനിക്ക് ഒന്നും പറയാനില്ല. സ്റ്റാൻലി സംഭാഷണം നിർത്തി തിരിഞ്ഞ് കോറിഡോറിലൂടെ നടന്നുപോയി. പിന്നീട് ഒരു ദിവസം അലീന കുളത്തൂപ്പുഴയിൽ വന്നപ്പോഴും എൽസമ്മ പരാതി പറഞ്ഞു. നീ പറഞ്ഞിട്ടാണോ സ്റ്റാൻലി കൂടെ കൈക്കൂട്ടത്തേക്ക് വരുന്നത്? എന്താ ആൻറ്റി പ്രശ്നം? എനിക്കിഷ്ടമല്ല. അലീന അവരുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. നീ എന്നെ ഇങ്ങനെ നോക്കാനും പാടില്ല. എനിക്കറിയാം ഇപ്പം നിന്റെ മനസ്സിൽ എന്താണെന്ന്. എൻ്റെ അമ്മ ഇനി ഒരിക്കലും ആൻറ്റിക്കൊരു ശത്രുവാകില്ല. അമ്മയൊരു സന്യാസിനിയെ പോലെയാണ് സ്നേഹനികേതനത്തിൽ ജീവിക്കുന്നത്. പപ്പ വരുമ്പോൾ ചിലപ്പോൾ തമ്മിൽ കാണാറുണ്ടായിരിക്കും. മനുഷ്യർക്ക് കണ്ണുകൾ ഉണ്ടായിപ്പോയില്ലേ ആൻറ്റി? അത് കുത്തിപ്പൊട്ടിച്ച് കളയാൻ പറ്റുമോ? അവർ തമ്മിൽ കാണുന്നത് പോലും എനിക്കിഷ്ടമല്ല. നിനക്കവരെ ഒന്നിച്ച് കാണുന്നത് ചിലപ്പോൾ സന്തോഷമായിരിക്കും. നിന്റെ പപ്പയും അമ്മയുമാണല്ലോ. ശരിയാ, എനിക്കവരെ ഒന്നിച്ച് കാണുന്നത് സന്തോഷമാണ്. അതിനേക്കാൾ അവരുടെ പെരുമാറ്റത്തിലെ അന്തസ്സോർത്ത് അഭിമാനവുമുണ്ട്. അവർക്കും പരസ്പരം കാണുന്നത് സന്തോഷമായിരിക്കുമല്ലോ, അല്ലേ? അല്ലെന്ന് പറയാൻ പറ്റുമോ നിനക്ക്? കാണുന്നത് സന്തോഷമായിരിക്കും, അല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. മനുഷ്യർക്ക് തമ്മിൽ കാണുമ്പോൾ സന്തോഷവും ആശ്വാസവും തോന്നുകയല്ലേ വേണ്ടത്? അതോ ദുഃഖവും വെറുപ്പും ഉണ്ടാകണോ? എനിക്കിഷ്ടമല്ല. അവർ തമ്മിൽ സ്നേഹിച്ചിരുന്നവരാണ്. അവരുടെ മകളാണ് നീ. അവിടെ വെച്ച് നിന്നെ കാണുമ്പോഴും തമ്മിൽ കാണുമ്പോഴും അവർക്ക് അതെല്ലാം ഓർമ്മ വരാതിരിക്കില്ലല്ലോ. എനിക്കതൊന്നും സഹിക്കാൻ പറ്റില്ല. കട്ടിലേൽ ഇരിക്കുകയായിരുന്നു എൽസമ്മ. അലീന കുളത്തൂപ്പുഴയിൽ നിന്ന് വന്നിട്ട് തിരിച്ചു പോകാൻ നേരം യാത്ര പറയാൻ ചെന്നതായിരുന്നു. പപ്പയുടെ സ്വഭാവം ആൻറ്റിക്കറിയാമല്ലോ. എൻ്റെ അടുത്തല്ലാതെ ആരോടും അധികം സംസാരിക്കാറില്ല. കൈക്കൂട്ടത്ത് വരുമ്പോഴും എന്നോടേ ഉള്ളൂ. ചിലപ്പോൾ വല്യപ്പച്ചനോട് സുഖമാണോ എന്നോ മറ്റോ ചോദിച്ചെന്നിരിക്കും. മനസ്സിൽ ഇനിയും എന്തൊക്കെയോ പരാതികളോടെ. എൽസമ്മ തൃപ്തി വരാതെ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അലീന അനുകമ്പയോടെ അവരുടെ മുമ്പിലേക്ക് നീങ്ങി നിന്ന് നരച്ചു തുടങ്ങിയ ശിരസിൽ തലോടി.
അമ്മയാണെങ്കിൽ അച്ഛനെ കുറിച്ചോർത്ത് സങ്കടപ്പെടാത്ത ഒരു രാത്രി പോലും ഇല്ല. അച്ഛനെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളത് അമ്മയുടെ തീരാത്ത വേദനയാ. ഇനിയുള്ള ജീവിതം മുഴുവൻ അമ്മയുടെ മനസ്സിൽ അതങ്ങനെ നീറിക്കിടക്കും. ചില ജീവിതങ്ങൾ അങ്ങനെയാ. അലീനയുടെ തലോടലേറ്റപ്പോൾ, അവളുടെ ആശ്വാസവചനങ്ങൾ കേട്ടപ്പോൾ സമാധാനം കിട്ടുന്നതായിട്ട് എൽസമ്മയ്ക്ക് തോന്നി. പപ്പയുടെയും അമ്മയുടെയും മനസ്സിലുള്ള ഓർമ്മകൾ മാത്രമാണ് ആൻറ്റിയുടെ ശത്രുക്കൾ. മറ്റുള്ളവരുടെ മനസ്സിലുള്ള ഓർമ്മകളെ കൂടി നമുക്ക് കൊല്ലാൻ സാധിക്കുമോ, മായ്ക്കാൻ സാധിക്കുമോ? രണ്ടിലൊരാൾ മരിച്ചു പോയാലും മറ്റൊരാളുടെ മനസ്സിൽ ഓർമ്മ അവശേഷിക്കും. അവർ എത്രയും പെട്ടെന്ന് മരിച്ചു പോട്ടെ എന്ന് ആഗ്രഹിക്കാൻ പറ്റുമോ? എൽസമ്മ അതിനും ഉത്തരമൊന്നും പറഞ്ഞില്ല. അലീന അല്പസമയം കൂടി അവിടെ ഇരുന്നിട്ട് പപ്പയോട് യാത്ര പറഞ്ഞ് തിരികെ പോയി. അപ്പോൾ ഇന്നത്തെ ഒരു സ്റ്റോറി ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.